ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വലുതായിട്ട് ഞാൻ പ്ലാനഡ് ഒന്നും അല്ല. ആദ്യം തന്നെ ഞാൻ വേറെ എന്തൊക്കെയൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാൻ നിന്നിരുന്നത്. പക്ഷേ ഒന്നും നടന്നില്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അതും അല്ലാണ്ട് ഞങ്ങൾ പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിനും കൂടി പോകാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എൻ്റെ ആൾ എന്നെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, ആൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് വരുന്നുണ്ട് പറഞ്ഞു. ഞാൻ എപ്പോഴും കാണാൻ പോവും. ഞങ്ങൾ അവിടെ നിന്നാണ് പുറത്തെവിടെയെങ്കിലും കറങ്ങാൻ പോവും. അങ്ങനെ തേര് കാണാൻ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഒലവക്കോട് പോകുന്ന ഒരു സമയത്തായിരുന്നു ഇതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു. കൽപ്പാത്തി ആ വഴി കടന്നിട്ട് വേണം പോകാൻ. അപ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വ്ളോഗ് എടുക്കാനേ ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ ട്രൈ ചെയ്യുന്നത്. എങ്ങനെയൊന്നും എനിക്ക് ബേസിക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആളെ കണ്ടതിന് ശേഷം ഞാൻ വ്ളോഗ് എടുക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ശരിക്കും ഈ വ്ളോഗ് എടുക്കുന്നതിന് സമ്മതിക്കണം കേട്ടോ. നമുക്ക് കാര്യങ്ങൾ നമ്മളെല്ലാം നോക്കും വേണം, വീഡിയോ എടുക്കും വേണം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അതിന് ശേഷം ആളെ കണ്ടതിന് ശേഷം ഒന്നുള്ള വീഡിയോസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ എടുത്തില്ല. ഞാൻ ഏകദേശം ഒരു മണി 12 മണിയാകുമ്പോഴാണ് ആളെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഒരു 5 മണീൻ്റെ ശേഷം നല്ല ഇരുട്ടായി കേട്ടോ. 5 മണിയാകുമ്പോഴേക്കും തന്നെ അവിടെ മഴക്കാറൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങളങ്ങനെ കൽപ്പാത്തിൻ്റെ അവിടേക്ക് അങ്ങനെ പോയി. അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വീട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങനെ കൽപ്പാത്തിക്ക് എത്തി. ഞാനും ആളും കൂടിയിട്ട് ഇങ്ങനെ, ആളുടെ പേര് സൗരഭ് എന്നാണ്. ഞാൻ കല്യാണം കഴിക്കാൻ വന്ന ആളാണ്. കല്യാണമൊന്നും ഡേറ്റൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല, എൻഗേജ്ഡാണ്. അപ്പം ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് അങ്ങനെ തേരൊക്കെ കണ്ടു. ആൾ കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ തേരൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞങ്ങളും തേരൊക്കെ എന്താണെന്ന് ഇങ്ങനെയുള്ളതൊക്കെ എന്നെ കാണിച്ചു കൊടുക്കുകയെന്ന്. പിന്നെ ഇതെന്തായാലും ലാസ്റ്റ് സമയം കേട്ടോ, എല്ലാം നിലനിൽക്കുന്ന സമയമായി കഴിഞ്ഞു. അപ്പോൾ ഒന്നും തേര് ഓടുന്നൊന്നും കാണാനൊന്നും പറ്റില്ല. പിന്നെ അങ്ങനെ കുറച്ച് ഞങ്ങൾ കടകളൊക്കെ നോക്കി. ആളിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാണുന്നത്. അവൻ്റെ അവിടെ വേറെ ഉത്സവങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ അവിടെ പാലക്കാട് വരുമ്പോൾ വേറെ രീതിയിലായിരിക്കുമല്ലോ ഒരു നമ്മുടെ ഒരു ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇതാണ് ആൾ കേട്ടോ. അപ്പോൾ ആളിൻ്റെ ഏട്ടൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങണം ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ച് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം ഞാൻ കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നും എന്നെയും ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നടന്നു. പിന്നെ അമ്പലത്തിലൊക്കെ കയറണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നോൺ വെജ് കഴിച്ചത് കൊണ്ടും പിന്നെ ഈവനിങ് ആയതുകൊണ്ട് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ല. അപ്പോൾ അങ്ങനെ ഫ്രഷ് അല്ല. അപ്പം അമ്പലത്തിൽ കയറേണ്ട കയറാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ കയറിയില്ല. പിന്നെ ഇതാണ് സൗരഭ്, ഞങ്ങളെ നയിക്കാൻ പോണ ആൾ. എൻ്റെ അമ്മ ബാക്കിലാണ്. അതാ എൻ്റെ മമ്മി. അപ്പോൾ അമ്മ ബാക്കിലുണ്ട്. അപ്പോൾ അമ്മനെ ഇങ്ങനെ വിളിക്കുകയാണ് ക്യാമറയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരെയും കാണിച്ചത്. ഞങ്ങളെ 3 പേരും കൂടിയിട്ട് അങ്ങനെ നടന്ന് പോകണം. അപ്പോൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീം എവിടെ വിട്ട് ഞാൻ അമ്മയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ചെറുതായിട്ടൊന്ന് ജലദോഷം ഉണ്ട്. പിന്നെ ആൾക്ക് 2 ദിവസം മുമ്പ് പനിയൊക്കെ ആയിരുന്നു. അതുകൊണ്ടൊന്നും കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ ചോളമൊക്കെ വാങ്ങി കഴിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മിഠായും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റേറ്റിംഗ് കാര്യങ്ങൾ നോക്കുകയായിരുന്നു. അങ്ങനെ എത്ര വേണം, എന്ത് വേണം, ഇത് വേണം. എൻ്റെ അമ്മയാണെങ്കിൽ പതുക്കെ എത്ര വാങ്ങണം, എത്ര പൈസ ഒരുപാടാകുമെന്ന് പേടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഞങ്ങൾ നോക്കിയിട്ട് വേണോ വേണ്ടയോ, ഏതൊക്കെ വേണം, പിന്നെ പൊരി വാങ്ങണോ വേണ്ടയോ, എത്ര വാങ്ങണം, മട്ടൊക്കെ ഇങ്ങനെ നോക്കുകയാണോ, എത്രയാവും എന്നുള്ളതൊക്കെ ഇങ്ങനെ ഡിസ്കഷനാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പൊരിയും പിന്നെ ഇടയിൽ കൂടെ അൽവയൊക്കെ എൻ്റെ അമ്മ ഗ്യാപ്പിൽ കൂടെയൊക്കെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടക്കുന്ന ഗ്യാപ്പിലൊക്കെ അമ്മ പൊരിയും അൽവ അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളങ്ങനെ പോയി ഓട്ടോയിൽ കയറിയിട്ട് അങ്ങനെ വീട്ടിലോട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. നൈറ്റ് ഒരു ഫുഡൊക്കെ ഡിന്നറൊക്കെ ഇങ്ങനെ ഞങ്ങൾ സൗരഭമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്നിച്ച് കഴിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ അനിയനും ഏട്ടനും കുറച്ച് കഴിഞ്ഞാൽ തേരിൻ്റെ അവിടെ നിന്ന് വരും. അവരൊക്കെ തേര് കാണാൻ ഫ്രണ്ട്സിനൊപ്പമൊക്കെ പോയിരിക്കണം. അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അറിഞ്ഞത് ഒരു സത്യം, താക്കോൽ കയ്യിലില്ലായിരുന്നു ഗായ്സ്. ഏട്ടന് അനിയനും കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു താക്കോൽ. അമ്മ കയ്യിൽ എടുത്തിട്ടുമില്ല. അപ്പം ഞങ്ങൾ 3 പേരിങ്ങനെ പോസ്റ്റായിട്ട് വെളിയിൽ തന്നെ ഒരു 2 മണിക്കൂറോളം ഇരുന്ന് തോന്നുന്നു. അനിയന് റിട്ടേൺ വരാൻ അവിടെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ വരാൻ പറ്റാണ്ടൊക്കെ കുറേ ടൈം എടുത്ത് ചുറ്റിയിട്ട് അവിടെ ഏതൊക്കെയോ വഴി കൂടെയൊക്കെ വന്നത്. ഞാൻ സമയം പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഇങ്ങനെ ഫ്രണ്ടിലുള്ള ഒരു നായ്ക്കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. അവളിങ്ങനെ കിണിങ്ങി നിന്നു. ബോറടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. കുറേ നേരം ഫോൺ നോക്കിയിട്ടിരുന്നു, കുറേ നേരം എന്തൊക്കെയോ ചെയ്തിട്ടിരുന്നു. പിന്നെ ഇന്ത്യൻ്റെ എന്തോ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കളിയൊന്നും കാണുന്ന ആളൊന്നുമല്ല.
അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അപ്പോഴേക്കും അനിയനൊക്കെ എത്തി. ഞങ്ങൾ വീട്ടിനുള്ളിൽ കയറി. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് ഒക്കെ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഏട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനും അവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ശരി ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തു. ചെറിയൊരു ഒരു കുഞ്ഞൊരു സെലിബ്രേഷനായിരുന്നു. സ്വരൂപ് പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. ഡ്രസ്സ് വന്നിട്ട് ആൾ വാങ്ങി തന്നതാണ് കേട്ടോ. ആദ്യമായിട്ട് ബർത്ത്ഡേ ഒരു സാരി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളായിരുന്നു സെലക്റ്റൊക്കെ ചെയ്ത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നൈസല്ലേ? കമൻറ്റ് ചെയ്യണേ നന്നായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതന്നെയുള്ളൂട്ട്. ഞാൻ കാര്യമായിട്ടൊക്കെ എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷേ എന്നെക്കൊണ്ടൊന്നും പറ്റിയില്ല. എനിക്ക് വ്ളോഗ് എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നു പോവുകയാണ് ചെയ്തത്. അതുമല്ലാണ്ട് നമുക്ക് ശരിക്കും വ്ളോഗൊക്കെ എടുക്കുന്നവന് സമ്മതിക്കണം. അവരെല്ലാം ആസ്വദിക്കും വേണം, കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണും വേണം. പിന്നെ വീഡിയോസ് എടുക്കും, എല്ലാ ക്ലിപ്പുകളും നമ്മളിങ്ങനെ എടുക്കുക പറഞ്ഞത് അങ്ങനെ ചെറിയ കാര്യമല്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ചിലതൊക്കെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കാൻ തന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.